നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഗസയിൽ 3-ാം ദിവസവും ഇസ്രയേലിന്റെ കരയാക്രമണം തുടരുകയാണ്. ആക്രമണങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. സുരക്ഷിതമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന തെക്കൻ ഗസയിലെ അൽ മവാസിയിലും ആക്രമണമുണ്ടായി. ഗസയ്ക്ക് പിന്നാലെ ലെബനനിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു. തെക്കൻ ലെബനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ഇസ്രയേലിന്റെ നടപടികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതൃപ്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയെ അവഗണിക്കാനാകില്ലെന്ന് പോപ്പ് ലൂയി 14 നിലപാട് വ്യക്തമാക്കി. വടക്കൻ ഗസയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഷെയ്ഖ് റദ്വാൻ നഗരത്തിലേക്ക് ടാങ്കുകളും സൈനിക വാഹനങ്ങളും ഇരച്ചുകയറി. തെക്കൻ ഗസയിലെ അൽ മവാസിയെ ഇസ്രായേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. ഗസയിലെ അൽ ഷിഫ ആശുപത്രിക്കടുത്തും അൽ അഹ്ലി ആശുപത്രിക്കടുത്തും നടത്തിയ ആക്രമണങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ കുട്ടികളെ ചികിത്സിക്കുന്ന അൽ റാൻഡസി ആശുപത്രിക്ക് നേരെ നടത്തിയ ബോംബാക്രമണം നടുക്കമുണ്ടാക്കി. 80ഓളം കുട്ടികൾ ചികിത്സയിലുണ്ടായിരുന്ന മുകളിലത്തെ നിലയിൽ 3 വട്ടമാണ് ബോംബാക്രമണം നടന്നത്. ഖാൻ യൂനിസിൽ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൽ പ്രവർത്തിച്ചിരുന്ന നഴ്സ് ഹുസൈൻ അൽ നജാർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിലുള്ള 10 ലക്ഷത്തോളം പേരിൽ 3.5 ലക്ഷത്തോളം പേർ നഗരം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അൽ റാഷിദ് തീരദേശ റോഡിന് പുറമെ പലായനത്തിനായി തുറന്ന സലാ അൽ ദിൻ തെരുവിലൂടെയുള്ള പാത നാളെ ഉച്ചയോടെ അടയ്ക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള വ്യാപാര വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ചു. ചൈന, ഖത്തർ, സൗദി അറേബ്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സുപ്രധാന സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ച് സൗദിയും പാകിസ്ഥാനും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശന വേളയിലാണ് പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ദേശീയ സുരക്ഷയെ ബാധിക്കുമോ എന്ന് പഠിക്കുമെന്ന് ഇന്ത്യ പ്രതികരിച്ചു. സുപ്രധാനമായ പ്രതിരോധ കരാറിലാണ് സൗദിയും പാകിസ്ഥാനും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും റിയാദിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം സൈനിക സഹകരണ മേഖലയിലും സുരക്ഷാ മേഖലയിലുമുള്ള ബന്ധം ശക്തിപ്പെടുത്തും. ആക്രമണങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കുക എന്നതാണ് പുതിയ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അത് തങ്ങൾക്ക് നേരെ കൂടിയുള്ള ആക്രമണമായി കണക്കാക്കി നേരിടാനാണ് തീരുമാനം. അതേസമയം സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള നിർണായക കരാറിനെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ സൗദി പാക് കരാർ എന്നതിനെക്കുറിച്ച് പഠിക്കുമെന്നാണ് കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഇന്ത്യ പാക് സംഘർഷമുണ്ടായാൽ പുതിയ കരാർ പ്രകാരം സൗദിയുടെ നിലപാടെന്തായിരിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. ഇന്ത്യയുമായി ഉറ്റബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് സൗദി. കഴിഞ്ഞ ഏപ്രിലിൽ സൗദി സന്ദർശിച്ച നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന നിരവധി കരാറുകളിൽ സൗദി ഒപ്പുവെച്ചിരുന്നു. സൗദിയിലും ഇന്ത്യയിലും സംയുക്ത സൈനികാഭ്യാസങ്ങളും നടക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് പ്രവാസികൾ സൗദിയിൽ കഴിയുന്നു എന്നതിന് പുറമെ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരിൽ ഒന്നാണ് സൗദി. അതുകൊണ്ട് തന്നെ സൗദി പാക് കരാർ സൗദി ഇന്ത്യ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ജലീൽ കണമകലം, 24, ജിദ്ദ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പങ്കാളിത്തം ഉറപ്പാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച. യുക്രൈനിലും ഗസയിലും സമാധാനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം നാവികസേനാ കേന്ദ്രം അമേരിക്ക തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് സ്റ്റാമർ വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമസേനാ താവളം തിരിച്ചുപിടിക്കുമെന്ന വൻ പ്രഖ്യാപനമാണ് കിയർ സ്റ്റാർമറുമായി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് നടത്തിയത്. ബഗ്രാമിന് അടുത്തുവച്ചാണ് ചൈന ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പരാമർശിച്ചായിരുന്നു ഈ പ്രഖ്യാപനം. ഗസയിലും യുക്രൈനിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്ന് പറഞ്ഞ നേതാക്കൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന കാര്യം പരിശോധിക്കണമെന്ന് കിയർ സ്റ്റാർമർ പറഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് നേരത്തെ സ്റ്റാർമർ പറഞ്ഞിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആണവ ഊർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. തന്റെ സന്ദർശനം ബ്രിട്ടനിൽ 258 ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപം ഉറപ്പാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. സ്റ്റാർമറുടെ വസതിയായ ചെക്കേഴ്സിലായിരുന്നു കൂടിക്കാഴ്ച. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ മധ്യ ലണ്ടനിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെ ആസൂത്രിതമായി ഒഴിവാക്കിയെന്നാണ് ആരോപണം. രാഹുലിന്റെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. തെളിവുൾപ്പെടെ പുറത്തുവിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നിരാശയെന്ന് BJP വിമർശിച്ചു. The Chief Election Commissioner of India, Gyanesh Kumar, is protecting the people who are doing this. This is being done at scale and this is being done using large resources. ഹൈഡ്രജൻ ബോംബല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് വോട്ട് കൊള്ളയിൽ പുതിയ തെളിവുകൾ നിരത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന 6018 വോട്ടുകൾ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കിയെന്നാണ് ആരോപണം. വോട്ട് നീക്കാൻ അപേക്ഷ നൽകിയത് സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച്. മഹാരാഷ്ട്രയിലെ രജുറായിൽ 6800-ലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി. അലന്ത് മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടേഴ്സിനെ വാർത്താ സമ്മേളന വേദിയിലെത്തിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. ನನಗೆ ನಾಲೆಜ್ ಇಲ್ಲದೆ ನನ್ನ ಹೆಸರು ಮೇಲೆ 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. ആരോപണങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആലന്ത് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 2023 ഫെബ്രുവരി 21 പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കൽബുർഗി പോലീസ് സൂപ്രണ്ടിന് 2023 സെപ്റ്റംബർ 6 മുഴുവൻ വിവരങ്ങളും കൈമാറി. നീക്കം ചെയ്തത് 24 വോട്ടുകൾ മാത്രം. 5994 അപേക്ഷകൾ തെറ്റെന്ന് കണ്ടെത്തുകയും ഈ അപേക്ഷകൾ നിരസിച്ചിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ശ്രമം രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനെന്നാണ് BJPയുടെ ആരോപണം. 24 ഡൽഹി. കേരളക്കരയിൽ ഓണാഘോഷം കഴിഞ്ഞു. മാവേലി മന്നൻ വന്ന് മടങ്ങിയിട്ട് ആഴ്ചകളുമായി. എങ്കിലും ഓണാഘോഷങ്ങളുടെ ഹാങ് ഓവറിൽ തന്നെയാണ് പ്രവാസ ലോകം. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. ഓണാഘോഷം കെങ്കേമമാവണമെങ്കിൽ സദ്യ പൊടിപൊടിക്കണം. എന്നാൽ ആഘോഷം പൂർണ്ണമാവണമെങ്കിൽ സദ്യ മാത്രം പോരാ, ഓണക്കോടി കൂടി വേണം. ഓരോ വർഷവും ഓണവസ്ത്രങ്ങളിൽ പുതുമ തേടുന്നവരാണ് പ്രവാസി മലയാളികൾ. ഓണാഘോഷങ്ങളുടെ യഥാർത്ഥ വൈബ് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും പ്രവാസ ലോകത്ത് ഓണം ആഘോഷിക്കണം. ഓണക്കാലമായാൽ ട്രെൻഡിനൊപ്പമുള്ള ഓണക്കോടി തേടി നെട്ടോട്ടമായിരിക്കും ഞങ്ങൾ പ്രവാസികൾ. ഈ വർഷത്തെ ഓണം വളരെ നല്ലതായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഓണസമയമാകുമ്പോൾ പുതിയ ഓണക്കോടി എടുക്കാൻ വേണ്ടി ആൾക്കാർ നേരിട്ട് കടയിലെത്തുകയും, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ നാട്ടിൽ നിന്ന് ഒരു വർഷം മുമ്പേ എടുത്തു വന്ന് തലേ വർഷത്തെ ഫാഷനിലെ സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കടയിൽ വന്ന് നേരെ പർച്ചേസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. തൊട്ട് നോക്കി അവർക്ക് ഇഷ്ടമുള്ള കളറും അങ്ങനത്തെ സാധനങ്ങൾ നോക്കിയാണ് പൊതുവെ എടുക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ബ്രിസ്ബെയിനിലെ കൈരളി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച കസവ് ടു ക്യാറ്റ് വാക്ക് ഓണാഘോഷത്തിൽ ഓണക്കോടിയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതായി. പൈതൃകമായി കിട്ടിയ വസ്ത്രധാരണ ശീലങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഞങ്ങളുടെ കൈരളി ബ്രിസ്ബന്റെ ഈ വർഷത്തെ ഓണ ആഘോഷങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസവ് ടു ക്യാറ്റ് വാക്ക് എന്ന ഒരു ഫാഷൻ ഷോ റൗണ്ട് വളരെ ഭംഗിയായിട്ട് 2 റൗണ്ടിൽ അവസാനിപ്പിച്ചു. ഓണസദ്യയും നൃത്തനൃത്യങ്ങളുമെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമാണെങ്കിലും ഓണവസ്ത്രങ്ങളാണ് ഓണാഘോഷങ്ങളെ കളറാക്കുന്നത്. ആഘോഷത്തിമർപ്പിന്റെ നിറമിഴും വസ്ത്രങ്ങളുടെ ഒരു ഓണക്കാലവും കൂടി കടന്നു പോവുകയാണ്. ഇനിയൊരു കാത്തിരിപ്പാണ് അടുത്ത ഓണക്കാലത്തിനായി. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. ന്യൂസിലാൻഡ് ഓക്ലാൻഡ് സെയിന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. 100 കണക്കിന് ഇടവക അംഗങ്ങൾ പങ്കെടുത്തു. തനിമയെ വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും അത്തപ്പൂക്കളവും നാട്ടിലെ നല്ല ഓർമ്മകൾ പ്രവാസികൾക്ക് സമ്മാനിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും നടത്തി. സെയിന്റ് പീറ്റേഴ്സ് ജൂനിയർ യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂസിലാൻഡിലെ വിവിധ ചാരിറ്റി സ്ഥാപനങ്ങളിൽ ഭക്ഷണ വിതരണവും നടത്തി. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു.
മുല്ലപ്പൂവേണം കുടമാറ്റം കാണേണം നാട്ടരയാൽ. ജിദ്ദ KMCC സംഘടിപ്പിക്കുന്ന ഇ അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നാളെ ആരംഭിക്കും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ ജിദ്ദയിലെ പ്രമുഖ ക്ലബ്ബുകളും KMCC ജില്ലാ കമ്മിറ്റികളും മാറ്റുരയ്ക്കും. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 10 വരെയുള്ള വാരാന്ത്യങ്ങളിലാണ് ജിദ്ദയിൽ ഇ അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ജിദ്ദയിലെ മഹജറിലുള്ള എംബറർ സ്റ്റേഡിയം KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന് വേദിയാകും. വിജയികൾക്ക് 35,000 റിയാൽ പ്രൈസ് മണി ലഭിക്കും. 2 പൂളുകളിലായിട്ടാണ് മത്സരങ്ങൾ. ഒരു ഭാഗത്ത് സൗദി മലയാളികൾക്കിടയിലെ 8 പ്രധാന ക്ലബ്ബുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ മറുഭാഗത്ത് ജിദ്ദ KMCC കീഴിലെ 7 ജില്ലാ കമ്മിറ്റികൾ തമ്മിലുള്ള മത്സരം നടക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പ്രകടനങ്ങൾ, വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ, മാർച്ച് പാസ്റ്റ് തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ റിലീസിംഗും കഴിഞ്ഞ ദിവസം നടന്നു. ജിദ്ദയിലെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രമുഖരും KMCC ഭാരവാഹികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ആക്ടിംഗ് പ്രസിഡന്റ് AK ബാവ, ജനറൽ സെക്രട്ടറി VP മുസ്തഫ, വ്യവസായി VP മുഹമ്മദ് അലി, സിഫ് പ്രസിഡന്റ് ബേബി നീരാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിൽ മലയാളി യുവാവ് ബാഡ്മിന്റൺ കോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എറണാകുളം പെരുമ്പടപ്പ് സ്വദേശി ജേക്കബ് ചാക്കോ ആണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. OICC കുവൈറ്റ് കെയർ ടീമിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുവൈറ്റിൽ സഹേൽ ആപ്പ് വഴി ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അന്വേഷണങ്ങൾക്കായി പുതിയ സേവനം തുടങ്ങി. തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപ് തൊഴിലുടമയ്ക്കോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കോ തൊഴിലാളിയുടെ വിവരങ്ങൾ സഹൽ ആപ്പ് വഴി പരിശോധിക്കാൻ കഴിയും. കൂടാതെ തൊഴിലാളിക്ക് മുൻകാലങ്ങളിൽ അനുവദിച്ച വീസയുടെ വിവരങ്ങളും ഉടമയ്ക്ക് അറിയാൻ സാധിക്കും. അപേക്ഷയുടെ ആവർത്തനവും നിരസിക്കലിനുള്ള സാധ്യതകളും തടയാൻ പുതിയ സംവിധാനം വഴി സാധിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ ബുറൈദ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നവോദയ സൗഹൃദ കൂട്ടായ്മ ഓണം പൊന്നോണം സീസൺ 2 മെഗാ ഈവന്റ് സംഘടിപ്പിച്ചു. ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. സുധീർ കായംകുളം അധ്യക്ഷനായി. പ്രശസ്ത ഗായിക ലക്ഷ്മി ജയന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും സിനിമ, സീരിയൽ, കോമഡി താരം രശ്മി അനിൽ, പ്രസാദ് മുഹമ്മ, പ്രശാന്ത് എന്നിവർ അവതരിപ്പിച്ച കോമഡി ഷോയും നടന്നു. ശിങ്കാരിമേളത്തോടെയുള്ള മാവേലിയുടെ വരവ് ബുറൈദ പ്രവാസികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു. അനസ് ഹമീദ് സ്വാഗതവും നൈജി രഞ്ജൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.